അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കുറേ പേർക്ക് ഒരു സംശയമുണ്ട്. അതായത് ജാസ്മിൻ്റെ പിന്നിൽ ഗബ്രിയാണോ, ഗബ്രിയുടെ പിന്നിൽ ജാസ്മിനാണോ? ആ സംശയം അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി അവർക്കെല്ലാവർക്കുമുള്ള ഒരു ഉത്തരമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ആദ്യമേ ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജാസ്മിനെയോ ഗബ്രിയോ ആരെയും ചെറുതാക്കാനും ഒന്നുമല്ല, ഒരു ഫണ്ണായി എടുത്താൽ മതി നിങ്ങൾ. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ഗബ്രിയും ഓരോ ഗെയിമിന്റെ ഭാഗമായിട്ട് ഫ്രണ്ട് ആകുന്നു, അതിനുശേഷം ബെസ്റ്റ് ഫ്രണ്ട് ആകുന്നു. അതായത് ബിഗ് ബോസ് വിന്നർ ആവാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്, അവിടെ വിജയിക്കാൻ വേണ്ടി കളിച്ച കളി അതങ്ങ് അസ്ഥിക്ക് പിടിക്കുകയാണ്. അതിനുശേഷം ലോകത്തിൽ നമ്പർ 1 ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഇതുപോലത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ ലോകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അത് സംശയം മാത്രമാണ്. ഇത് ഗിന്നസ് ബുക്കിലടക്കം എഴുതി വെക്കേണ്ട ഒരു കാര്യമാണ് ജാസ്മിൻ ഗബ്രിയുടെ ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം പിന്നെ എന്താണ് ഞാൻ പറയേണ്ടത്, ലാലേട്ടനോട് അടക്കം ഒരു ദിവസം ലാലേട്ടൻ ബിഗ് ബോസിൽ വെച്ച് ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും പറയും, നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണ് എന്താണ്? അപ്പോൾ ജാസ്മിൻ പറയുകയാണ്, ലാലേട്ട ഞങ്ങൾ ഫ്രണ്ടുമല്ല, പിന്നെ നിങ്ങൾ പ്രേമമാണ്? ലാലേട്ടൻ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഞങ്ങൾ പ്രേമവുമല്ല, ഞങ്ങൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു സാധനമാണ്, അതിന്റെ പേര് ജാസ്മിൻ തന്നെ ഇടണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ആരാണ് ഇവരുടെ പിന്നിൽ എന്നുള്ളതിന് ഒരൊറ്റ ഉത്തരം ഞാൻ പറയാം. നിങ്ങൾ ആരും എനിക്ക് നെഗറ്റീവ് പറഞ്ഞ ഒരു കാര്യവുമില്ല, ജാസ്മിനാണ് ഗബ്രിയുടെ പിന്നിൽ പോകുന്നതെന്ന് ഞാൻ അക്ഷരം തെറ്റാതെ പറയാം. ഓക്കെ, അതായത് നിങ്ങൾ നോക്കുക, ജാസ്മിൻ ജാഫർ ബിഗ് ബോസ്, ഞാൻ കുറച്ച് പഴയ ബിഗ് ബോസിന്റെ ചെറിയ കട്ട് വീഡിയോ ഒക്കെ ഞാനിപ്പോൾ നോക്കി, അതായത് ഈ കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഗബ്രി പലവട്ടമായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല, ബിഗ് ബോസ് സീസൺ 6 ഒരു 11-ാം 12-ാമത് ദിവസം ഋഷിയുമായി ഗബ്രി എന്തോ ഒരു വിഷയത്തിന് വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ ഗബ്രി ഒരു തീരുമാനം എടുക്കുകയാണ്, ജാസ്മിനുമായിട്ട് അതായത് ജാസ്മിന് സപ്പോർട്ട് കൊടുത്തതിന് പേരിലാണ് റഷ്യയുമായിട്ട് ചെറിയൊരു ഇടി ഉണ്ടായത്, ഒരു വഴക്കുണ്ടായത്. അപ്പോൾ റഷ്യയോട് സോറി ചോദിക്കാൻ ഗബ്രി വരികയാണ്. ആ സമയത്ത് ഗബ്രി, ഞാൻ ആ വീഡിയോ ഞാൻ നോക്കിയിട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് സൈഡിൽ വെക്കാത്തത്. അപ്പോൾ ഗബ്രിയുടെ ഒരു മനോഭാവമുണ്ട്, ജാസ്മിനെ എങ്ങനെയെങ്കിലും വിടണം, അതൊരു ശരിയായ കോംബോ അല്ല. ജാസ്മിൻ വിടുന്നില്ലടേ. അതായത് ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഗബ്രിയുടെ പിന്നിൽ പോയി ഇതിന് അവസാനം ബിഗ് ബോസിന്റെ മിഡിലായ സമയത്ത് ഗബ്രിക്കും അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഗബ്രിയും ഓളെ പിന്നിൽ പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മൾ ബിഗ് ബോസിനെ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ, അതായത് ബിഗ് ബോസ് വിഷയം നമ്മളിപ്പോൾ വിടാം. ഇപ്പോൾ നിലവിലെ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അച്ചടിച്ച് പറയുകയാണ്, ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ജാസ്മിൻ തന്നെയാണ് ഗബ്രിയുടെ പിന്നിൽ. ഒരു കാര്യം ഞാൻ പറയാം, ഗബ്രി ജാസ്മിനുമായിട്ടുള്ള റിലേഷൻ അവസാനിപ്പിച്ചു. നിങ്ങളൊരു എക്സാമ്പിൾ ആണ്, അങ്ങനെ ഒരിക്കലും സംഭവിക്കല്ലേ. ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു കാര്യം കൂടി സീരിയസ് ആയി ഞാൻ പറയുകയാണ്. ജാസ്മിൻ ഗബ്രി സീരിയസ്ലി കല്യാണം കഴിക്കണമെന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. അതായത് അവരുടെ കോംബോ കണ്ട് നല്ല ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഞാൻ ചെറിയൊരു കാര്യം പറയുകയാണ്, അതായത് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി ഒരു എക്സാമ്പിൾ നിങ്ങൾ വെച്ചോളൂ. ഉദാഹരണം പറയുകയാണ്, ഗബ്രിക്ക് ഏത് പോലത്തെ പെണ്ണുമാണെങ്കിലും കിട്ടും. അത് ഗബ്രിക്ക് നോക്കുക, ഗബ്രിയുടെ സംസാരത്തിൽ ഗബ്രിക്ക് ചിരിച്ച് സംസാരിക്കാൻ അറിയാം, ഗബ്രിയുടെ കയ്യിൽ പൈസയുണ്ട്, ഗബ്രിക്ക് ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യാൻ പോലും ഗബ്രിക്ക് അറിയാം. അതുകൊണ്ടാണ് ജാസ്മിൻ നോക്കുക ഗബ്രിയെ വിടുന്നില്ല. നിങ്ങൾ നോക്കുക, ജാസ്മിൻ ബിഗ് ബോസിന് മുമ്പ് ഇങ്ങനെ, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരുന്നു, ഈ ഫുഡ് വെക്കുന്ന പരിപാടിയും മറ്റു പരിപാടിയും ചെറിയ പ്രൊമോഷനുമായിട്ടാണ് മുന്നോട്ട് പോയത്. ഇപ്പൊ നോക്കൂ, ഗബ്രി എവിടെ കൊണ്ടുപോയി വെച്ച്. കുറെ ആൾ പറയുന്നത് ജാസ്മിനാണ് ഗബ്രിയെ വലുതാക്കിയതെന്ന്. അല്ല, സത്യം ഞാൻ പറയുകയാണ്, ഇവിടെ ഗബ്രി ഉള്ളത് കൊണ്ട് മാത്രമാണ് ജാസ്മിൻ നല്ല രീതിയിൽ ഇപ്പൊ നാട് മുഴുവനായിട്ട് കറങ്ങുന്നതും വ്ളോഗ് ഇടുന്നതും. ഒരു കാര്യം ഞാൻ പറയുകയാണ്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ബ്രേക്ക് ആയി ഒരു ചെറിയൊരു എക്സാമ്പിൾ നമ്മൾ ചിന്തിക്കാം. ഉറപ്പായിട്ടും ഗബ്രിക്ക് ഒരാഴ്ച കൊണ്ട് ഗബ്രി ചിന്തിക്കുന്ന പെണ്ണ് കിട്ടും. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതൊരു രാസ്മിക മന്ദാന, ഞാൻ വെറുതെ പറഞ്ഞാണ്. അപ്പോൾ ഇതുപോലത്തെ നടിമാരടക്കം ഗബ്രിക്ക് കിട്ടും. പിന്നെ ജാസ്മിന്റെ കാര്യത്തിൽ വന്നാൽ അത് അവിടെ കിട്ടൂല. അതായത് ജാസ്മിൻ ചിന്തിക്കുന്ന ലെവലിൽ ഒരു പുരുഷനെ ഇനി ജാസ്മിന് കിട്ടാൻ നല്ല പണിയുണ്ട്. അത് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം, നിങ്ങൾ പറയും ഇത് ഗബ്രിയുടെ കൂടെ കറങ്ങിയതാണോ? അല്ല, ജാസ്മിനുള്ള ക്വാളിറ്റി അത്രയേ ഉള്ളൂ. അതായത് ഞാൻ ജാസ്മിനെ ചെറുതാക്കിയതല്ല, ജാസ്മിനോട് നല്ല സ്നേഹമുണ്ട്, ജാസ്മിൻ ഫാനുമാണ് ഞാൻ. അപ്പോൾ ജാസ്മിന് ഗബ്രിയെ വിട്ട് കഴിഞ്ഞാൽ ജാസ്മിൻ ഉറപ്പാണ്, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ചെക്കനെ എനിക്കൊരിക്കലും കിട്ടൂല എന്ന് ജാസ്മിന് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ടാണ് ജാസ്മിൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും കിട്ടാതെ ഗബ്രിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കുന്നത്.
നമുക്കൊക്കെ അറിയാലോ ജാസ്മിന്റെ ക്യാരക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് ബിഗ് ബോസ് സമയത്ത് അഫ്സൽ എന്ന പയ്യനുമായി നമ്മുടെ ജാസ്മിൻ ഒരു എൻഗേജ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അഫ്സൽ പോയെങ്കിൽ പോവട്ടെ എന്ന് കരുതിയ ജാസ്മിൻ അതിനെക്കുറിച്ചൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ആ വിഷയം ഒന്നും കൂടി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. അതിനെക്കുറിച്ച് ജാസ്മിൻ തന്നെ പറയുക അവൻ പോയാൽ എനിക്ക് വേറൊന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയൊക്കെ ജാസ്മിൻ പറയാനുള്ള കാരണം ഗബ്രി മാത്രമാണ്. ജാസ്മിൻ അറിയാം ഇപ്പൊ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഫ്രണ്ട്ഷിപ്പ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നെങ്കിലും ജാസ്മിന്റെ ഉള്ളിലുള്ളത് പക്കാ പ്രേമമാണ്. പിന്നെ ഗബ്രിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നില്ല ഗബ്രി ജാസ്മിനെ പോലത്തെ ഒരു പെണ്ണിനെ കിട്ടും. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് മതപരമായിട്ട്, ഇപ്പോൾ ഈ കേരളത്തിൽ മതപരമായിട്ട് ഒരു വിഷയമില്ല. അതായത് നമ്മളെല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഞാനൊരു ഹൈന്ദവ സ്ത്രീയെ കെട്ടിയാലും എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് നമ്മളെല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാവർക്കും ഒരു ദൈവമാണുള്ളത്. അത് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത് എല്ലാവരുടെയും ഒന്നാണ്. അവസാനം വരും അത് ഒന്ന് തന്നെയാണ്. അത് ആരായാലും ഏത് മതത്തിന്റെ ആയാലും അത് നമ്മൾ മതത്തെക്കുറിച്ച് പറയുന്നത് വേണ്ട. അപ്പൊ ഏതായാലും ഞാൻ പറയുകയാണ്, ജാസ്മിന് ഗബ്രിയെ പോലത്തെ ഒരു ചെക്കനെ ഒരിക്കലും കിട്ടൂല എന്ന് ഉറപ്പുള്ളത് കാരണം മാത്രമാണ് ജാസ്മിൻ ഗബ്രിയുടെ പിന്നിൽ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇനി ഈ അടുത്തായിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ഒരു എൻഗേജ്മെന്റ് കാണട്ടെ എന്ന് ജാസ്മിൻ, അതായത് ഗബ്രി ഒരു വാക്ക് പറഞ്ഞാൽ മതിയാവും, ജാസ്മിൻ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമ്മളൊന്ന് വിവാഹം കഴിച്ചാലോ സീരിയസ് ആയിട്ട് ജാസ്മിനോട് പറഞ്ഞാൽ ജാസ്മിൻ രണ്ട് കൈ നീട്ടി അൽഹംദുലില്ലാ ഓക്കെ ഗബ്രി ഉറപ്പായിട്ടും ജാസ്മിൻ പറയും. നമുക്ക് ഈ വീഡിയോസ് കാണുമ്പോൾ ഇവരുടെ വ്ളോഗ് കാണുമ്പോൾ അറിയാം. അതായത് ജാസ്മിന് ഗബ്രി എന്ന് പറഞ്ഞാൽ ജീവനാണ്. നേരെ തിരിച്ച് ഗബ്രിക്കുമുണ്ട്. ഗബ്രി കൊടുക്കുന്നത് ഞാൻ കണ്ട രീതിയിൽ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതായത് ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ മാത്രമാണ്. ജാസ്മിന്റെ ഒരു സ്നേഹം അങ്ങനെയല്ല. നമുക്ക് കാണുന്ന പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്കല്ല. ചിലപ്പോൾ എൻ്റെ ഈ കമന്റ് ബോക്സ് ചിലപ്പോൾ നല്ലൊരു തെറിവിളി ആയിട്ടുണ്ടാവും. ഞാൻ ഉള്ളത് പോലെയാണ് പറഞ്ഞത്. അപ്പോൾ ജാസ്മിനോട് ഒരു കാര്യം പറയുകയാണ്, ഗബ്രിയെ നീ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ഗബ്രിയെ പോലെ ഇത്ര നല്ല ക്വാളിറ്റിയുള്ള ഒരു പയ്യനെ നിനക്ക് ഒരിക്കലും കിട്ടൂല. എങ്ങനെയെങ്കിലും പിന്നിൽ ഇപ്പോൾ നടക്കുന്നതല്ലേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും കയ്യിലാക്കൂ എന്ന് പറഞ്ഞു. അതായത് നിന്നെക്കാൾ കാണാൻ അരകുള്ള 4-5 പെണ്ണുപിള്ളേർ വന്നാൽ ഗബ്രി ചാടും. അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് ഗബ്രിയെ കയ്യിലാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.